പൊന്നരിവാളം വിളിയിലെ കണ്ണെറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. പൊന്നരിവാളം വിളിയിലെ കണ്ണെറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. പൊൻകൊടിലും പൊൻകതിയാം കൊച്ചുറാണിയാളെ കൺകുളിരെ നനക്ക് വേണ്ടി നമ്മളൊന്നു പാടാം. ഉൾക്കൊടിലും പൊൻകതിയാം കൊച്ചുറാണിയാളെ കൺകുളിരെ നനക്ക് വേണ്ടി നമ്മളൊന്നു പാടാം. പൊന്നരിവാളം വിളിയിലെ കണ്ണെറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ. വെയിൽ നിന്ന് വിളയാടും നിഴലില്ല നിലമാണ് വരാനും നേരമില്ല തെന്നലെ. വെയിൽ നിന്ന് വിളയാടും നിഴലില്ല നിലമാണ് വരാനും നേരമില്ലാതെന്നലെ. ഇളവില്ല വേല ചെയ്ത് തളരുന്ന നേരമാണ് ഇതുവഴി പോരുമോ നീ തെന്നലെ തെന്നലെ. ഇളവില്ല വേല ചെയ്ത് തളരുന്ന നേരമാണ് ഇതുവഴി പോരുമോ നീ തെന്നലെ തെന്നലെ. തെല്ലിമുളം കാടുകളിൽ ലല്ലലം പാടി വരും തെന്നലെ തെന്നലെ. തല്ലിമലർക്കാവുകളിൽ വള്ളികളിൽ ഉയലാടും തെന്നലെ തെന്നലെ. തല്ലിമലർക്കാവുകളിൽ വള്ളികളിൽ ഉയലാടും തെന്നലെ തെന്നലെ. മേഘ താഴെ ടൈപ്പ് ചെയ്യാം. എല്ലാവരും എത്തിയിട്ടുണ്ട്. ഓക്കെ ഫൈൻ. ആശ, ആഷിൻ, രേണു, ഇത്ത, മെലിന. ഇല്ല, ഡിപി വി ആർ റെഡി. ഓക്കെ. സ്റ്റേജ് പെട്ടെന്ന് റിമൂവ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ ദെൻ സ്റ്റാർട്ട്. സഹൃദയരായ കലാസ്നേഹികളെ, സർഗനിലാവിന്റെ കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായി നടത്തുന്ന നാടകോത്സവത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രണയം, അസൂയ, ചതി, കൊലപാതകം, ആത്മഹത്യ, മനുഷ്യബന്ധ
വിവിധ വിചാര വികാരങ്ങളുടെ കഥ പറയുന്ന വിശ്വപ്രഖ്യാതനായ വില്യം ഷേക്സ്പിയറിന്റെ നാടകം ഒഥല്ലോ. പുനരാഖ്യാനം സാജൻ, റിനു ആൻഡ് സജി. സംവിധാനം സജി. പശ്ചാത്തല സംഗീതം നാടക കോർഡിനേറ്റർ റിനു. അവതരണം SNV നാടകവേദി. അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു. വരൂ, കടന്നു വരൂ. ഒഥല്ലോ, അങ്ങേക്ക് സ്വാഗതം. നന്ദി. എന്തിനാണ് വൃത്തിനെ വിട്ട് എന്നോട് വരാൻ പറഞ്ഞത്? ബ്രോൺഷോ അദ്ദേഹം എവിടെ പോയി? അച്ഛൻ പോയി. എന്താ, അച്ഛനില്ലെങ്കിൽ വരാൻ പാടില്ല എന്നുണ്ടോ? ഹേയ്, അതല്ല. എന്താ വരാൻ പറഞ്ഞത്? ഒന്നുമില്ല. അച്ഛനോട് നിങ്ങൾ കഥ പറയുന്നത് ഞാൻ കേട്ടിരുന്നിട്ടുണ്ട്. നിർഭാഗ്യവശാൽ മുഴുവനും കേൾക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നും ചികഞ്ഞെടുത്തു പറഞ്ഞ ധീരകഥകൾ, യുദ്ധവിജയ കഥകൾ, യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ടത്, അടിമയായി വിൽക്കപ്പെട്ടത്, രക്ഷപ്പെട്ടത്, യാത്രകളിൽ കണ്ട കാഴ്ചകൾ, ഈ കഥകളൊക്കെ നിങ്ങൾ അച്ഛനോട് പറയുമ്പോൾ ഞാൻ കാതോർത്തിരിക്കുമായിരുന്നു. അറിഞ്ഞിരുന്നില്ല. തൃശ്ശീലക്കപ്പുറം 2 കാതുകൾ എന്റെ കഥകൾ ആസ്വദിക്കുന്ന വിവരം. നിങ്ങളുടെ കഥയ്ക്ക് മാത്രമല്ല, നിങ്ങളുടെ കഥ പറയുന്ന രീതിക്കുമുണ്ട് ഒരു ഭംഗി. ആ കഥ കേൾക്കുമ്പോഴൊക്കെ ഞാൻ കൊതിച്ചു പോയിട്ടുണ്ട്. എന്റെ ഭാവി കാമുകനും ഇതുപോലെ കഥ പറയുന്നവനായിരുന്നെങ്കിൽ എത്ര നന്നായനെന്ന്. ഡസ്റ്റിമൻ, ഞാൻ പ്രാർത്ഥിക്കുന്നു കഥകൾ ഇഷ്ടപ്പെടുന്ന ഈ സുന്ദരിയുടെ ഭാവി വരൻ ധീരനും ഒപ്പം ഭംഗിയായി കഥകൾ പറഞ്ഞു രസിപ്പിക്കുവാൻ കഴിവുള്ളവനായിരിക്കട്ടെ. ഡസ്റ്റിമൻ, ഞാൻ ഒന്നും കൂടി പറയട്ടെ, നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്നവൻ ഭാഗ്യവാനായിരിക്കും, ഇത് തീർച്ച. എങ്കിൽ ആ ഭാഗ്യവാൻ നിങ്ങൾക്കായിക്കൂടെ? എങ്കിൽ ഞാനായിരിക്കും ഭാഗ്യവതി. ഡസ്റ്റിമൻ, എന്താണ് ഈ പറയുന്നത്? ഞാൻ 100 വംശത്തിൽപ്പെട്ട ഒരു നീഗ്രോയാണ്. നീയോ പ്രഭു കുടുംബത്തിൽപ്പെട്ടവൾ. മാത്രമല്ല, വെനീസിലെ പ്രഭുവും സെനറ്റുമായ ബ്രോൺഷോയുടെ മകൾ. എന്റെ ഭാവി വരനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അച്ഛൻ എനിക്ക് തന്നിരിക്കുന്നു. ഞാൻ തീരുമാനിക്കും, അച്ഛൻ സമ്മതിക്കും. അരുത്. നിന്റെ അച്ഛനും എന്റെ സുഹൃത്തുമായ ബ്രോൺഷോ, അദ്ദേഹത്തിന്റെ ഭാവി മരുവൻ കുറഞ്ഞതൊരു സെനറ്റ് പദവിയിലുള്ള ഒരാളായിരിക്കണമെന്നാണ് ആഗ്രഹം. അദ്ദേഹത്തിന്റെ ആ മനസ്സെനിക്കറിയാം. അങ്ങ് എന്താണ് ഈ പറയുന്നത്? വെനീസിലെ എല്ലാ സുന്ദരന്മാരായ ചെറുപ്പക്കാരും എന്റെ കരം ഗ്രഹിക്കാനായി നടക്കുന്നവരാണ്. പക്ഷേ ഒന്നറിയുമോ ധീരനായ യോദ്ധാവേ, എന്റെ സൗന്ദര്യത്തിനപ്പുറം എന്നെ വിവാഹം കഴിക്കുമ്പോൾ വന്നു ചേരുന്ന കണക്കറ്റ സമ്പത്തിലാണ് അവരുടെ കണ്ണ്. ഒന്നുകൂടി അറിയുക, അവർ ആരിലും എന്നെ ആകർഷിക്കാനായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ കറുത്തവനാണ്, നീ സുന്ദരിയും. എന്റെ കറുപ്പനായ മോൾ, ചുംബനത്തോടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, അങ്ങ് വെനീസിലെ വെളുപ്പനായ എല്ലാ പുരുഷ കേസരികളിലും മുന്നിലാണ് സ്ഥാനം. അതുപോരെ? ഡസ്റ്റിൻ, നിന്റെ പിതാവിന്റെ സമ്മതത്തോടെ ഇതൊരിക്കലും നടക്കില്ല. നമ്മൾ രഹസ്യ വിവാഹം നടത്തേണ്ടി വരും.
സമ്മതം, 100 വട്ടം സമ്മതം. എന്നാൽ കുലീനയായ സുന്ദരി ഒന്നറിയുക, ഞാൻ വെനീസിലെ സർവ്വ സൈനാധിപനായ നൂർ വംശജനായി ഒഥല്ലോ ഒരു കാമുകന്റെ ധർമ്മം പാലിച്ചിരിക്കുന്നു. യുദ്ധവും പ്രണയവും ധീരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങ് ധീരനും യോദ്ധാവുമാണ്. ഇപ്പോൾ അങ്ങൊരു കാമുകനുമായിരിക്കുന്നു. പിതാവിൻ്റെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഡെസ്റ്റിമോണ ഒഥല്ലോയുമായി ഒന്നിക്കുന്നു. ഈ സമയം വെനീസിൽ നിന്നും സൈപ്രസിലേക്ക് യുദ്ധം നയിക്കാൻ ചുമതലപ്പെട്ട ഒഥല്ലോ പുറപ്പെടുന്നു, കൂടെ ഡെസ്റ്റിമോണയും. ഭാഗ്യവശാൽ പ്രകൃതി കനിന് യുദ്ധം കൂടാതെ തന്നെ സൈപ്രസ് ഒഥല്ലോയ്ക്ക് സ്വന്തമാകുന്നു. അതിൻ്റെ വിജയാഘോഷത്തിൻ്റെ ഒടുവിൽ ഏത് നശിച്ച നിമിഷത്തിലാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ മദ്യപിക്കാൻ തോന്നിയത്. പ്രിയനെ, അങ്ങ് വിഷമിക്കാതിരിക്കൂ. കുറച്ച് ദിനങ്ങൾ പിന്നിടുമ്പോൾ ഈ ചെയ്ത അബദ്ധം പൊറുക്കപ്പെടും. അത്രയും ദിനങ്ങൾ എന്റെ തെറ്റിൽ ഞാൻ ഉരുകി ഉരുകി ഇരിക്കേണ്ടി വരില്ലേ? അങ്ങ് അധികം വിഷമിക്കല്ലേ. എന്റെ സ്നേഹത്തോടെയുള്ള പ്രാർത്ഥനയുണ്ട് കൂടെ. കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കൂ, എല്ലാം പൊറുക്കപ്പെടും. എന്നാലും എന്റെ പ്രഭു ഒഥല്ലോയ്ക്കരികിൽ ഞാൻ എങ്ങനെ ചെന്ന് നിൽക്കും? ഒരു എന്നാലുമില്ല പ്രിയ കാശിയോ. സൈനാധിപനായ ഒഥല്ലോ അങ്ങയുടെ പ്രഭു മാത്രമല്ലല്ലോ, ഏറ്റവും അടുത്ത ഒരു സുഹൃത്തു കൂടിയല്ലേ. അദ്ദേഹം അങ്ങയുടെ മനസ്സ് വായിച്ചെടുക്കും. വ്യസനങ്ങൾ ദൂരീകരിക്കപ്പെടും. ധീരനായ ആ സൈനാധിപന്റെ വരവിൽ യുദ്ധം കൂടാതെ ഈ സൈപ്രസിനെ പ്രകൃതി തൻ കാൽക്കീഴിൽ സമർപ്പിച്ചതാണ്. ആ ആഘോഷത്തിന്റെ പരിസമാപ്തി ഇങ്ങനെയാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതിലാണ് എനിക്ക് വിഷമം ഏറി വരുന്നത്. നിങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധമാണ് ഈ ഉള്ളവൾക്ക് ആശ്വാസം പകരുന്നത്. അദ്ദേഹം താങ്കളെ മനസ്സിലാക്കും. അതാ ഇയാഗോ വരുന്നു. ഞാൻ പോകുന്നു. അങ്ങ് വിഷമിക്കാതിരിക്കൂ, എപ്പോഴും ഞാൻ കൂടെയുണ്ടാകും. യാഗോ, എന്നെ ആരെങ്കിലും ചതിച്ചതാണോ യാഗോ? അല്ലാതെ എനിക്കറിയുന്നില്ല ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. കാഷിയോ, താങ്കൾ വ്യാകുലപ്പെടാതെ. എന്തൊരു കഷ്ടം. ഈ മദ്യത്തിന്റെ പേര് പിശാച് എന്നാണ്. ആര് പറഞ്ഞു ഇതൊക്കെ? നല്ല മദ്യം കൃത്യമായ അളവിൽ കൃത്യസമയങ്ങളിൽ ഉപയോഗിച്ചാൽ അത് നമ്മൾ പുറത്താകും. അതിനിങ്ങനെ ശപിക്കരുതേ. ഈ ഒരൊറ്റ കാരണത്താൽ ഇത്രയും നാൾ കൊണ്ട് സമ്പാദിച്ച പദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നുന്നു. പരിഹാരം ഏത് വിഷയമാണ് ഈ ലോകത്തിലുള്ളത്? ഞാനൊരു ഉപായം പറയാം. പറയൂ യാഗോ, പറയൂ. ഇപ്പോൾ നമ്മുടെ സൈന്യാധിപനെ നയിക്കുന്നത് അദ്ദേഹത്തിന്റെ പത്നിയാണ്. അവരോട് പറയും. അവർ പറഞ്ഞാൽ തീർച്ചയായും പ്രഭുവായ ഒഥല്ലോ കേൾക്കും. താങ്കളുടെ സ്ഥാനമാനങ്ങൾ തിരികെ ലഭിക്കുകയും ചെയ്യും. അതെയോ? വേണമെങ്കിൽ പന്തയം കെട്ടാം. യജമാനന്റെ അപ്രീതി നിഷ്പ്രയാസം ആ ഭവതി മാറ്റിത്തരും. എനിക്കിപ്പോൾ താങ്കൾ പറഞ്ഞത് ശരിയെന്ന് തോന്നുന്നു. ആ ദേവിയുടെ പാദങ്ങളിൽ എല്ലാ സങ്കടങ്ങളും സമർപ്പിക്കാം. നമുക്ക് ഇപ്പോൾ പിരിയാം. അങ്ങനെയാവട്ടെ.
എനിക്ക് ലഭിക്കാത്ത സൗഭാഗ്യങ്ങൾ മറ്റൊരാൾക്ക് ലഭിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. സൗന്ദര്യം തുളുമ്പുന്ന പെണ്ണാവട്ടെ, മണ്ണാവട്ടെ, സ്ഥാനമാനങ്ങൾ എന്തു തന്നെയുമായിക്കൊള്ളട്ടെ, ഒന്നും ഒന്നും തന്നെ. ഒഥല്ലോയുടെ മനസ്സിൽ ഡെസ്റ്റിമോണിക്കെതിരെ സംശയമുണ്ടാക്കാൻ തന്ത്രങ്ങൾ മെനയുന്ന ഇയാഗോയുടെ ശ്രമങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. അതെനിക്ക് പിടിച്ചില്ല. ഇയാഗോ, എന്താണ് എന്താണ് പറഞ്ഞത്? ഏയ്, ഒന്നുമില്ല പ്രഭു, ഇല്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കൊരു രൂപവുമില്ല. എന്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് പോയത് കാഷ്യോ അല്ലേ? കാഷിയോയോ? ഏയ്, അങ്ങനെ അവൻ വഴിയില്ല. അങ്ങ് വരുന്നത് കണ്ട് എന്തോ ഒരു കുറ്റം ചെയ്തവനെ പോലെ പതുങ്ങി കളഞ്ഞവൻ കാഷിയോയോ? ഇല്ല, അങ്ങനെ അവൻ തരമില്ല. ഹേയ്, അയാൾ തന്നെ ആവാൻ സാധ്യതയില്ലായിരിക്കും. പ്രഭു, ഡെസ്റ്റിമോണ വരുന്നുണ്ട്. എന്നെ തൽക്കാലം കാണണ്ട, അതാവും നല്ലത്. ഇതെന്താണ് നാഥ പിറുപിറുക്കുന്നത്? ഒന്നുമില്ല പ്രിയ ഡെസ്റ്റിമോൻ. ഞാനൊരു പരാതി കേൾക്കുകയായിരുന്നു. നീ ആരെ കുറിച്ചാണ് പറയുന്നത് പ്രിയേ? അതെ, അങ്ങയുടെ ഉപനായകൻ കാഷ്യം അല്ലാതെ ആര്? നാഥ, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ, എനിക്ക് അങ്ങിൽ അല്പം പോലും സ്വാധീനമുണ്ടെങ്കിൽ അയാളെ തിരിച്ചു വിളിക്കണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പ്രിയേ? അയാൾക്ക് അങ്ങയോട് എന്ത് സ്നേഹമാണെന്നോ? അയാൾ എന്തെങ്കിലും അറിയാതെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ മനഃപൂർവ്വം ആയിരിക്കില്ല നാഥ. അയാളെ തിരിച്ചു വിളിക്കൂ. അയാളാണോ ഇപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? അതെ. അയ്യോ, എത്ര സങ്കടപ്പെട്ടിട്ടാണ് പോയത്. അയാളെ തിരിച്ചു വിളിക്കൂ. നിൽക്കട്ടെ, ഇപ്പോ വേണ്ട, പിന്നെയാകട്ടെ. അധികം താമസിക്കുന്നു. ഓമനെ, നിനക്ക് വേണ്ടി കഴിയുന്നതും വേഗത്തിൽ. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകിട്ട് അത്താഴത്തിന് മുൻപ്. നോക്കട്ടെ. നാളെ ഉച്ചയ്ക്ക്, എന്നാൽ വേണ്ട, നാളെ രാത്രി, അല്ലെങ്കിൽ മറ്റന്നാൾ കാലത്ത്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക്, അല്ലെങ്കിൽ തൊഴിൽ, അതിന് പിറ്റേ ദിവസം. എന്നാലും തീർച്ചപ്പെടുത്തി പറയണം, 3 ദിവസത്തിനപ്പുറം പോകരുത്. നോക്കാം. മൈക്കിൾ കാഷ്യോ, അന്ന് എന്നെ കാണാൻ വന്നിരുന്നപ്പോൾ കൂടെ വന്നിരുന്ന ആൾ, അങ്ങേക്ക് വേണ്ടി അയാൾ എത്ര വാദിച്ചുവെന്നും അയാളെ തിരിച്ചു വിളിക്കാൻ ഞാൻ ഇത്രമാത്രം പാടുപെടണോ? ഇല്ല. നിന്റെ അപേക്ഷ നിരസിക്കാൻ എനിക്ക് കഴിയുമെന്ന് കരുതുന്നില്ല പ്രിയേ. ഞാനിപ്പം നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. അങ്ങയുടെ ഇഷ്ടം പോലെ ആകട്ടെ, ഞാൻ പോകുന്നു. ഹൃദയ മോഹിനി, എന്റെ ആത്മാവ് നശിച്ചുവല്ലോ. നിന്നോട് എനിക്ക് സ്നേഹമില്ലാതെ ആകുമ്പോൾ ഈ ലോകം ശൂന്യമാകും. ഈ ലോകം ശൂന്യമാകും. കാഷ്യോയുടെ ഡെസ്റ്റിമോണയുമായുള്ള പെരുമാറ്റത്തിൽ സഭ്യമല്ലാത്ത കാര്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് സ്ഥാപിക്കാൻ നോക്കുകയാണ് ഇയാഗോ. പ്രഭു, എന്താണ് ഇയാഗോ? അങ്ങയും ഡെസ്റ്റിമോണിയും തമ്മിൽ പ്രണയത്തിൽ ആയിരുന്നപ്പോൾ തന്നെ കാഷിയോ അറിഞ്ഞിരുന്നു? അതെ, ആദ്യ അവസാനം വരെ അറിയായിരുന്നു.
എന്താ എന്താ ഇയാഗോ? എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. അതൊക്കെ ശരിയാവോ എന്നറിയുവാൻ മാത്രം, മറ്റൊന്നുമില്ല. എന്താണ് ഇയാഗോ നീ പറയാതെ പറയുന്നത്? ഇല്ല പ്രഭു, എന്തൊക്കെയോ ഉള്ള തോന്നലുകൾ. നിങ്ങളുടെ തോന്നലുകൾ എന്താണ് ഇയാഗോ? അല്ല, അവർ മുൻപേ പരസ്പരം പരിചയമുള്ളത് എനിക്കറിയില്ല. അതിൽ വിശേഷവിധി എന്താണ് ഉള്ളത് ഇയാഗോ? അയാൾ വിശ്വസനീയനല്ലേ? അയാൾ വിശ്വസനീയൻ തന്നെയാണ് അല്ലേ? എന്റെ അറിവിൽപ്പെട്ടിടത്തോളം പറയൂ യാഗോ. നിങ്ങൾക്ക് എന്നോട് ആദരവുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ രഹസ്യ വിവരം എന്നോട് പറയൂ യാഗോ. മനുഷ്യൻ പുറമേ കാണുന്നത് പോലെ അല്ല, അകത്തുള്ള ചിന്തകളും ആഗ്രഹങ്ങളും. ഭയങ്കരമായ വിചാരം, ഭയങ്കരമായ ഭാഷയിൽ പറയൂ യാഗോ. നിന്റെ വാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെക്കുന്ന ദുശങ്ക എന്താണ്? ദുശങ്കയെ സൂക്ഷിക്കണം പ്രഭു. ദരിദ്രനെങ്കിലും സംതൃപ്തിയുള്ളവൻ സമ്പന്നനാണ്. കാശിയുടെ കാര്യത്തിൽ, ഈശ്വര, എന്റെ സഹോദരങ്ങളുടെ കാര്യത്തിൽ അവരുടെ മനസ്സുകളിൽ ദുശങ്കകൾ ഒന്നും ഇല്ലാതിരിക്കട്ടെ. എന്തിന് യാഗോ ഇതൊക്കെ ഇവിടെ പറയുന്നു? എന്റെ മുന്നിൽ വരുന്ന ഏതൊരു സംശയത്തെയും ഞാൻ പിന്തുടരും. എന്റെ ജീവിതം ദുഃഖപൂർണമാകുമെന്ന് കരുതുന്നുവോ യാഗോ? ഇല്ല, ഒരിക്കലുമില്ല. സംശയിക്കുന്നതിന് മുമ്പ് ഞാൻ കാണണം. സംശയത്തെ തെളിയിക്കും. തെളിയിച്ചാൽ ഒന്നുമില്ലെങ്കിൽ സംശയം, അല്ലെങ്കിൽ പ്രേമം. ഇതിലേതെങ്കിലും ഒന്നിനെ ഞാൻ കാറ്റിൽ പരത്തും യാഗോ. ഇനി എനിക്ക് ധൈര്യമായിട്ട് പറയാം. അങ്ങയുടെ ഭാര്യയുടെ ചലനങ്ങൾ ശ്രദ്ധിക്കണം. കാശിയുമായിട്ടുള്ള പെരുമാറ്റം സംശയത്തോടെ വേണ്ട, ഒരു സംശയവും വേണ്ട. നിഷ്പക്ഷമായി തന്നെ നോക്കണം. അപ്പോൾ വേണ്ട, ഇതിൽ കൂടുതലൊന്നും പറയണ്ട. ഇപ്പോൾ പോകൂ. കൂടുതൽ തെളിവുകൾ കിട്ടുമ്പോൾ എന്നെ അറിയിക്കണം. കാശിയെ സൂക്ഷിച്ചുകൊള്ളുക. ഡെസ്റ്റിനിയുടെ ഗതികൾ സൂക്ഷിക്കാൻ എമിലി നിങ്ങളുടെ ഭാര്യയുടെ ചട്ടം കെട്ടണോ? അങ്ങനെ ആവട്ടെ പ്രഭു, ഞാൻ പോകും. ഈശ്വര, ഞാൻ എന്തിന് വിവാഹം ചെയ്തു? സത്യസന്ധനായ അയാൾ പറയുന്നതിനേക്കാൾ വളരെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഞാൻ എന്തിന് വിവാഹം ചെയ്തു? ഒരു കാര്യം മറന്നു പ്രഭു. കാര്യമായിട്ട് ഇപ്പോൾ ഒന്നും അന്വേഷിക്കാൻ. ഒരു കാര്യം മാത്രം, കാശിയോയുടെ ഉപനായക പട്ടത്തിൽ നിന്നും കുറച്ചു നാൾ കൂടി മാറ്റി നിർത്തുക. ഏത് മാർഗത്തിലൂടെയാണ് അയാൾ തന്റെ ഉദ്യോഗം വീണ്ടെടുക്കുവാൻ ശ്രമിക്കുന്നതെന്ന് കാണാം. അക്കാര്യത്തിനായി അങ്ങയുടെ ഭാര്യ ബലമായി അങ്ങയെ നിർബന്ധിക്കുന്നുണ്ടോ അതുകൂടി നോക്കും. ഇതിൽ നിന്നും വളരെയധികം കാര്യങ്ങൾ എത്തിക്കുവാൻ കഴിയും. തൽക്കാലം ഞാൻ പറഞ്ഞതെല്ലാം വിശ്വസിക്കും. അവരുടെ അപരാധങ്ങൾ പോലും സംശയിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ പോയിക്കോളൂ. എന്റെ ആത്മനിർഭരത്തെ പറ്റി സംശയിക്കേണ്ട. ശരി പ്രഭു, ഞാൻ പോകും. ഇയാൾ അപാരമായ സത്യസന്ധൻ തന്നെ. ലോകപരിചയത്തിലും പരഹൃദയത്തിലും അതിദ്വീയൻ. അവളുടെ ചാരിത്രത്തിൽ ഈ സംശയങ്ങളിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അവളെ ബന്ധിക്കുന്നത് എന്റെ ഞരമ്പുകളായാലും അവളെ ഞാൻ പരിച്ചറിയുക തന്നെ ചെയ്യും. ബ്രൗൺഷ്യ, അവളുടെ അച്ഛന്റെ വാക്കുകൾ എന്റെ ചെവിയിൽ അലയടിക്കുന്നു. ഇത്ര നാൾ എന്നോടൊപ്പം ഉണ്ടായിട്ടും എന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് തന്നെ വഞ്ചിച്ചവൾ ഒരു നാൾ നിന്നെയും വഞ്ചിക്കും. ഓ, ചിന്തകൾക്ക് എന്റെ തല പെരുക്കുന്നു.
ഡെസ്റ്റിമോണ, ഇവൾ വഞ്ചകിയാണെങ്കിൽ ആ സ്വർഗം വഞ്ചതി തന്നെ. താൻ ഒരുക്കുന്ന കെണിയിൽ അകപ്പെട്ട ഒഥല്ലോയുടെ ഉള്ളിലുള്ള സംശയം കൂട്ടുവാൻ തെളിവുകൾ തേടുന്ന ഇയാഗോയുടെ മുൻപിൽ ഒരു ദിവസം എമിലിയ, പ്രിയപത്നി, എന്താണ് നിന്റെ കയ്യിൽ മറച്ചു വെച്ചിരിക്കുന്നത്? ഓഹോ, അപ്പോഴേക്കും അത് കണ്ടുപിടിച്ചു. എന്റെ നാഥന് കഴുകന്റെ കണ്ണുകളാണ്. ചുറ്റും നടക്കുന്നത് എന്തെന്ന് കണ്ടുപിടിക്കാൻ നിയോഗിക്കപ്പെട്ടവനാണ് ഞാൻ. അത് വിട്ടേക്കൂ. എന്താണ് എന്താണ് ആ കയ്യിൽ മറച്ചു വെച്ചിട്ടുള്ളത്? നോക്കൂ, ഇത് സ്വാമിനി ഡെസ്റ്റിമോന്റെ തൂവാലയാണ്. ഇതല്ലേ പലവട്ടം അങ്ങ് എന്നോട് എടുത്തുകൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത്? അത് തന്നെ. അത് നിന്റെ കയ്യിൽ എങ്ങനെ എത്തിച്ചേർന്നു? ഇങ്ങ് തരാം. ആട്ടെ, നിന്റെ കയ്യിൽ ഇത് എങ്ങനെ എത്തിച്ചേർന്നു എമിലിയ? അതൊക്കെ പറയാം. ഇത്ര ധൃതി പിടിക്കില്ലേ നാഥ. എന്താണ് ഈ തൂവാലയുടെ ആവശ്യമെന്ന് പറയൂ. അതൊക്കെയുണ്ട്. നമുക്ക് ഒരുവാനിരിക്കുന്ന സൗഭാഗ്യങ്ങളിൽ ഏറെ പ്രാധാന്യമുണ്ട്. വഴിയെ കണ്ടറിഞ്ഞുകൊള്ളൂ. സമയം കളയാതെ അതിങ്ങ് തരൂ. ഒരിക്കൽ പ്രഭു ഓതല്ലോ ഡെസ്റ്റിമിനോട് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈജിപ്തിലെ മഹാമാന്ത്രികൻ ഓരോ നൂലിലുകളും തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് നെയ്തതാണ് ഈ തൂവാലയെന്ന്. സ്വാമിനിക്കായി പ്രേമ പുരസ്കാരം സമ്മാനിച്ച തൂവാല അങ്ങേക്ക് എന്തിനാണ്? ഓ, ഈ കഥകളൊക്കെ എനിക്കും അറിയാം. എന്റെ സ്നേഹഭാജനമല്ലേ, അതെനിക്ക് തരും. ഓഹോ, നേടിയെടുക്കാൻ ഇത്രയധികം തേനോടും വാക്കുകളും. ഒരു പക്ഷേ ഈ തൂവാല തന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്നതായിരിക്കും എന്റെ സ്വാമിനി. അറിയാതെ ഈ ഇടനാഴിൽ വീണു പോയതായിരിക്കും. ആഹാ, അങ്ങനെ വരട്ടെ. നിനക്കിത് കളഞ്ഞു കിട്ടിയതാണല്ലേ? എങ്കിൽ അതെന്റെ കയ്യിൽ ഏൽപ്പിക്കൂ. ഏറെ നാളായി എന്നോട് ആവശ്യപ്പെടുന്നതല്ലേ. ഇതങ്ങ് കയ്യിൽ വെച്ചോളൂ. ഇതിനുള്ള സമ്മാനം പ്രിയേ നിനക്ക് ഞാൻ തരുന്നുണ്ട്. പിന്നെ ഇക്കാര്യം ആരും തന്നെ അറിയരുത്. പരമ രഹസ്യമാക്കി വെക്കണം. അങ്ങയുടെ ഇച്ഛ പോലെ ഞാൻ പോകുന്നു. സമയമായിരിക്കുന്നു അവരുടെ നാശത്തിലേക്കുള്ള കൊടുക്കുകൾ സംസാരിക്കാൻ. അറുത്തവനായ ഒഥല്ലോ എങ്ങനെയാണ് നിങ്ങളുടെ പത്നിയെ മുൻപിൽ എന്റെ ഉയർച്ചയുടെ പടവുകൾ തെളിഞ്ഞു വരുന്നു. എമിലിയുടെ കയ്യിൽ നിന്നും ലഭിച്ച തൂവാല കൊണ്ട് ഇയാഗോ ഒഥല്ലോയെ തീർത്തും തെറ്റിദ്ധരിപ്പിക്കുന്നു. മനസ്സ് തുറന്ന ഒഥല്ലോ ചില തീരുമാനങ്ങൾ എടുക്കുന്നു. അതാണ് കാരണം. എനിക്കത് ബോധ്യമായി. ആകാശത്തിലെ നക്ഷത്രങ്ങളെ, നിങ്ങളോട് എനിക്കത് പറയാൻ വയ്യ. ഞാൻ അവരുടെ രക്തം ചിന്തുകയില്ല. മഞ്ഞിനേക്കാൾ നിർമ്മലമായ ശരീരത്തിൽ ഒരു പോർ പോലും ഏൽപ്പിക്കില്ല. പക്ഷേ അവൾ മരിക്കണം. ഈ വെളിച്ചം
ഞാൻ അണയ്ക്കട്ടെ. ഈ ദീപം അണച്ചാൽ എനിക്കൊരിക്കലും തെളിയിക്കാൻ കഴിയില്ലല്ലോ. കൊഴിയും മുമ്പ് ഈ സൗന്ദര്യം ഞാനൊന്ന് നുകരട്ടെ. അവസാനമായി പ്രഭു, എന്റെ പ്രഭു, എന്താ മുഖം വല്ലാതിരിക്കുന്നത്? ഡെസ്റ്റിമോണ, നീ പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു പ്രഭു. നീ ചെയ്ത ഏതെങ്കിലും തെറ്റിന് മാപ്പ് ചോദിക്കാനുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കൂ ഡെസ്റ്റിമോണ. എന്താണ് പ്രഭു, എന്തൊക്കെയാണ് പറയുന്നത്? പ്രാർത്ഥിക്ക് വേഗം. മരിക്കാൻ തയ്യാറാകാത്ത ജീവനെ എനിക്ക് കൊല്ലാൻ കഴിയില്ല ഡെസ്റ്റിമോണ. അതെ, നീ ചെയ്ത തെറ്റിനെ കുറിച്ച് ആലോചിക്കൂ ഡെസ്റ്റിമോൺ. അതുകൊണ്ട് തന്നെയാണ് നീ മരിക്കാൻ പോകുന്നത്. എന്നെ ഭയപ്പെടുത്തുന്നു. മിണ്ടരുത് നീ. എന്റെ ജീവിതം ഞാൻ തന്ന തൂവാല നീ കാശോ കൊടുത്തല്ലേ? ദൈവങ്ങൾ സാക്ഷിയായി എന്റെ തൂവാല ഞാൻ അവന്റെ കയ്യിൽ കണ്ടു ഡെസ്റ്റിമോണ, ഞാൻ കണ്ടു. അയാളത് സമ്മതിച്ചു കഴിഞ്ഞു. അവന്റെ നാവിന് ചലിക്കില്ല. ഇയാൾ അത് ചെയ്ത് കഴിഞ്ഞു. നീ ഒരു കൊള്ളയാണ്. ഞാനത് ആണായിട്ട് പറയും. ശപിക്കപ്പെട്ട പെണ്ണെ, എന്റെ ഹൃദയത്തെ അത് കഠിനമാക്കുന്നു. വേണ്ട, കിടന്ന് പിടച്ചാൽ നിന്നെ ഇനി ഞാൻ ഒന്നിനും അനുവദിക്കുന്നു. ആരാണത്? നായക ഞാനാ, എമിലിയ. വാതിൽ തുറക്കൂ നായക. അങ്ങയെ കണ്ട് ഒരു കാര്യം ഉണർത്തിക്കാനുണ്ട്. ഇവൾ ഡെസ്റ്റിമൻ മരിച്ചിരിക്കുന്നു. അനക്കമെല്ലാം തീർന്നു. ശ്മശാനം പോലെ ശാന്തം. എമിലി അകത്ത് വന്നാൽ എന്റെ ഭാര്യയോട് സംസാരിക്കാം. എന്റെ ഭാര്യ അതിനെന്റെ ഭാര്യ എവിടെ? ദയവ് ചെയ്ത് വാതിൽ തുറക്കൂ. ഒന്നും പറയുവാൻ അനുവദിക്കൂ. എന്താണ് എമിലിയ? എന്താണ് ഈ കാര്യം ഈ രാത്രിയിൽ? അയ്യോ സ്വാമി, അതാ അവിടെ ഭയങ്കരമായ കൊലപാതകം നടന്നിരിക്കുന്നു. ആ കാശിയായിരിക്കുമല്ലേ എമിലിയെ കൊല്ലപ്പെട്ടത്? കാശിയോയോ? അങ്ങക്ക് ഇതെന്തു പറ്റി? അങ്ങറിയുന്ന വെനീസിലെ ചെറുപ്പക്കാരൻ റോഡ്രിഗോ, അയാളെയാണ് കൊന്നിരിക്കുന്നത്. എന്ത്? കാശിയെ കൊല്ലപ്പെട്ടില്ലെന്നോ? എങ്കിൽ കൈമോശം വന്നിരിക്കുന്നു. അസാധ്യമായ പ്രതികാരം അരോചകരമായി തീരും. അങ്ങ് എന്തൊക്കെയാണ് പറയുന്നത്?
അയ്യോ, ഇതെന്തു പറ്റി? എന്റെ സ്വാമിനിക്ക് ഇതെന്തു പറ്റി? അനക്കമില്ലാതെ കിടക്കുന്നു. സ്വാമിനി, സ്വാമിനി, എഴുന്നേൽക്കൂ. അയ്യോ, അനക്കമില്ലല്ലോ. ഈ പാതകം ആരാണ് ചെയ്തത്? കത്തിക്കാളുന്ന നരകത്തിലേക്ക് ആ കള്ളിയെ ഞാൻ ഈ കൈകൊണ്ട് പറഞ്ഞയച്ചു. ദുർവിധിയിൽ വ്യാപിച്ചിരുന്ന അവളെ ഞാനാണ് അവസാനിപ്പിച്ചത്. ഞാനാണ് അവസാനിപ്പിച്ചത്. ദുർവിധിയിലോ? എന്റെ സ്വാമിനിയോ? ദേവിയായിരുന്നു അവർ. അവരുടെ ജീവനെടുത്ത നിങ്ങളാണ് കറുത്ത ചെകുത്താൻ. എന്ത് എന്നോട് കയർത്ത് സംസാരിക്കുന്നുവോ? മിണ്ടരുത്. മിണ്ടിക്കഴിഞ്ഞാൽ ഇല്ല, ഞാൻ സംസാരിക്കും. നിങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? ബുദ്ധിയില്ലാത്ത കഴുതയാണ് നിങ്ങൾ. എന്ത് പറഞ്ഞടി? കയ്യിലുള്ള വാൾ ഉയർത്തിക്കോളൂ. എനിക്ക് ഭയമില്ല. ഇതിന്റെ ഉത്തരം തന്നെ കൊണ്ട് പറയിപ്പിക്കുക തന്നെ ചെയ്യും. അയ്യോ, ഓടി വരണേ. നിങ്ങൾ അറിയണേ, ഈ യജമാനൻ എന്റെ സ്വാമിനെ കൊന്നിരിക്കുന്നു. അയ്യോ, ഓടി വരണേ. എമിലിയ, നീ എന്താണ് ഇവിടെ? നീയാകും. നിങ്ങൾ വന്നു. നല്ല വ്യാപാരമാണ് ഇവിടെ നടക്കുന്നത്. കണ്ടവരൊക്കെ ആ റോഡുകളുടെ കൊലപാതകം നിങ്ങളുടെ തലയിലാണ് ചുമത്തുന്നത്. ഇവിടെ ഇതാ എന്റെ സ്വാമിനെ ഈ ദുഷ്ടൻ കൊന്നിരിക്കുന്നു. ഇതൊന്നും അന്വേഷിക്കാതെ നീ വീട്ടിലേക്ക് പോകാൻ. നിങ്ങൾ എപ്പോഴെങ്കിലും സ്വാമിനി ദുർവൃത്തിയാണെന്ന് പറഞ്ഞോ? അതും ക്യാഷുമായി. നീചവും നിന്ദ്യവുമായ കള്ളമാണ് നിങ്ങൾ പറഞ്ഞത്. ഇല്ല, കൊടും ചതിയാണ് ഇവിടെ നടക്കുന്നത്. ഞാനത് മണക്കുന്നു. വർത്തമാനം നിർത്തൂ. നിന്നോട് വീട്ടിൽ പോകാനല്ലേ പറഞ്ഞത്? ഞാൻ വർത്തമാനം നിർത്തുകയില്ല. എനിക്ക് പറയേണ്ടതുണ്ട്. കാരണം എന്റെ സ്വാമിനെയാണ് ഈ കിടക്കിൽ കൊന്നിട്ടിരിക്കുന്നത്. ഈ കൃത്യം ക്രൂരം, പൈശാചികമെന്ന് എനിക്കറിയാം. ഇതെത്ര ദയനീയമാണ്. എങ്കിലും അവൾ കാശിയായി ആത്മബന്ധം വരിച്ചതായി ഇയാൾക്കറിയാമായിരുന്നല്ലേ? എന്റെ ദിവ്യാനുരാഗത്തിന്റെ പാപന ചിഹ്നമായ ഞാൻ ആദ്യമായി നൽകിയ തുവാലയാണ് കാശിയൊക്കെ നൽകി അവൾ പ്രണയബന്ധം സ്ഥാപിച്ചത്. ആ തുവാല ഞാൻ അവന്റെ കയ്യിൽ കണ്ടു എമിലിയ, ഞാൻ കണ്ടു. എന്റെ ഭഗവാനെ, എന്റെ പരമശക്ത, നോക്കൂ, നീ മിണ്ടരുത്. അത് ഞാൻ പറയും. ഞാൻ മിണ്ടാതിരിക്കുകയോ? ആര് തടഞ്ഞാലും ഞാൻ പറയും. ഹേ ബുദ്ധിശൂന്യനായ മോനെ, അതല്ലോ ആ തൂവാല എനിക്ക് യാദൃശികമായി കിട്ടിയതാണ്. അത് ഞാൻ എന്റെ ഭർത്താവിന് കൊടുത്തു. അയാൾ അത് വളരെ ആഗ്രഹത്തോടെ പല പ്രാവശ്യം ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാൻ ചെയ്തതാണ്. ഞാൻ എന്താണ് കേൾക്കുന്നത്? ഇവളും വിശ്വസിക്കാൻ കൊള്ളയാണ്. എന്നിട്ട് ആ തുവാല ഇയാൾ ക്യാഷാക്കി കൊടുത്തതാണ്. എന്റെ സ്വാമിനി കളങ്കമില്ലാതെ ജീവിച്ചവളായിരുന്നു. ഞാൻ ഇത്രയും വലിയ പാതകം എന്റെ ഈശ്വര, എന്റെ തലയിൽ വീഴാൻ അവിടെ ഇടുത്തിയൊന്നുമില്ലായിരുന്നു. എടാ മഹാദ്രോഹി ഇയാഗോ, നീയാണല്ലോ എല്ലാത്തിനും പിറകിൽ. നീ എന്നെ ചതിച്ചു അല്ലേ? ഇനി നീ ജീവിച്ചിരിക്കരുത്. നിനക്കുള്ളതാണ്. എന്താ അവിടെ ഒരു നിലവിളി? ഇയാകല്ലോ പ്രഭു ഇവിടെ നിന്ന് ഓടിപ്പോയത്.
വിളിച്ചതാണ് യാഗോ. പ്രഭു, അങ്ങ് എമിലിയെ നോക്കൂ. രക്ഷപ്പെടാൻ നോക്കിയ അയോഗോ അവനെ ഞങ്ങൾ പിടിച്ചു കൊണ്ടുവരാം. പോകൂ, കൊല്ലരുത്. കൈകാലുകൾ അരിഞ്ഞേക്ക്. പിന്നെ കളവ് പറയുന്ന ആ നാവും അവൻ ചെയ്ത കർമ്മങ്ങൾക്ക് ഇഞ്ചിഞ്ചിയായി വേദന അനുഭവിച്ച് അവൻ തന്നെ മരിക്കണം. എമിലിയ, ഈ മുറിയിൽ ഇനി ഒരു വാക്ക് വേണ്ട എമിലിയ. ഞാനിതാ യുദ്ധവീരനുമല്ലാതായിരിക്കുന്നു. എന്നിലെ സംശയങ്ങൾ എന്നെ നിരായുധനാക്കിയിരിക്കുന്നു. സത്യവും ധർമ്മവും നശിച്ചതിന് ശേഷം മാനം മാത്രം ഇനി എന്തിനു ബാക്കി? എല്ലാം നശിക്കട്ടെ, എല്ലാം നശിച്ചു പോട്ടെ. നിങ്ങൾ കേൾക്കാം. സ്വാമി, ഈ ലോകത്ത് അളവറ്റ് സ്നേഹിച്ചു നിങ്ങളെ. ഞാൻ പറയുന്നു സത്യമാണെങ്കിൽ മാത്രം എന്റെ ആത്മാവിൽ സഭ്യത ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ എന്റെ കണ്ണിൽ ഇരുട്ടോടും ഈ മുഖം വിട്ട് എങ്ങനെ സ്വാമിയുടെ അടുത്തേക്ക് എമിലി, അയ്യോ, ഈശ്വരന്മാരെ, സർവചരാചരം പാപത്ത ഞാൻ ഒരുങ്ങുകയാണ്. എന്റെ പ്രാണൻ, എന്റെ മോണയെ ഈ കൈകൾ കൊണ്ട്, അയ്യോ, കറുത്തവനായ എന്നിൽ അചഞ്ചലമായ സ്നേഹത്താൽ പ്രിയെ നിന്നെ തന്നെ എനിക്ക് സമർപ്പിച്ചതാണ്. സംശയം അന്ധനാക്കിയപ്പോൾ പാവനമായ ആ ഉള്ളറിയുവാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ നിന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലുമ്പോഴും ആ നെഞ്ചിലെ അവസാന വിളിപ്പും എനിക്കായി ആയിരുന്നുവല്ലോ തുടിച്ചിരുന്നത്. ഞാൻ അറിഞ്ഞില്ല, അത് ഞാൻ അറിഞ്ഞില്ല എന്റെ പ്രിയെ. നീ ഇല്ലാത്ത ഈ ലോകത്ത് ജീവിക്കാൻ ഞാൻ അർഹനല്ല. ഈ കയ്യിലുള്ള കഠാര എന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി നിന്റെ ലോകത്തേക്ക് ഇതാ ഞാനും വരുന്നു പ്രിയ ഡെസ്റ്റിമോളെ. നിന്റെ ലോകത്തേക്ക് Yeah.
വിശ്വവിഖ്യാതനായ വില്യം ഷേക്സ്പിയറിന്റെ പ്രസിദ്ധ നാടകം ഒഥല്ലോ ഇവിടെ പൂർണ്ണമാകുന്നു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയത് ഒഥല്ലോ, മജു, ഡെസ്റ്റിമോണ, മിഖ, ഇയാഗോ, ജിമിച്ചൻ, എമിലിയ, ആർജെ അജു, ഷിയോ, നിന്ന മുന്ന, ബിയാൻസ, റിനു അറക്കൽ. അവതരണം സർഗനില. പുനരാഖ്യാനം സാജൻ, റിനു ആൻഡ് സജി. പശ്ചാത്തല സംഗീതം നാടക കോർഡിനേറ്റർ റിനു. സംവിധാനം സജി.